ഇപ്പോൾ അഡ്വക്കേറ്റ് റെബിൻ വെൻസെന്റ് ഗ്രാലൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റെബിൻ, നിമിഷപ്രിയ വിഷയത്തിൽ ഇപ്പോൾ കേന്ദ്രം ഇടപെട്ടിരിക്കുകയാണ്. സാധ്യമായതെല്ലാം ചെയ്യും എന്നാണ് കേന്ദ്രം പറയുന്നത്. അതേസമയം നിയമപരമായിട്ട് തന്നെ നിരവധി സങ്കീർണമായിരിക്കുന്ന ഒരു കേസ് തന്നെയാണ് നിമിഷപ്രിയ വിഷയം. അതും യമനിലാണ് നടക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇനിയൊരു തുടർ നടപടികൾ? ഇപ്പോൾ വധശിക്ഷ നടപ്പിലാക്കുമെന്ന് തന്നെയാണ് യമൻ പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത്. വിചാരണ കോടതിയിൽ ഒരു കുറ്റം തെളിഞ്ഞതിന് ശേഷം അതിന്റെ ഹൈക്കോടതിക്ക് തത്തുല്യമായ ഇടയിലുള്ള കോടതി, ശേഷം സുപ്രീം കോടതി അല്ലെങ്കിൽ പരമോന്നത കോടതി, ആ ഫോറങ്ങളിലെല്ലാം പോയതിനു ശേഷവും ഒരാളുടെ ഡെത്ത് സെന്റൻസ് അഥവാ വധശിക്ഷ ശരിവെച്ചുകൊണ്ട് ആ രാജ്യത്തിന്റെ പരമോന്നത കോടതി ആ തീരുമാനമെടുത്തതിന് ശേഷം സാധ്യമായ എല്ലാം ചെയ്തുകൊണ്ട് അവസാനത്തെ ഒരു റിസോർട്ട്, ഒരു പോംവഴി എന്ന നിലയിലാണ് പ്രസിഡന്റിന്റെ മുമ്പിലുള്ള ഈ ദയാ ഹർജിയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. അത് തള്ളുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അക്കാര്യത്തിൽ പ്രസിഡന്റിന്റെ ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുമ്പോൾ, പിന്നെ മുമ്പിൽ അവശേഷിക്കുന്നത് ഒരു ഡെത്ത് വാറന്റ്. ഈ 1 മാസം എന്ന കണക്ക് സൂചിപ്പിക്കുന്നത് മരണ വാറന്റ് അഥവാ ഡെത്ത് വാറന്റ് പുറപ്പെടുവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. എന്ന് വെച്ചാൽ ഒരു തീയതിയും സമയവും കുറിച്ചുകൊണ്ട് വധശിക്ഷ നടപ്പിലാക്കുന്ന രാജ്യങ്ങളുടെ ക്രമീകരണമാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ആ രാജ്യം ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച നിമിഷപ്രിയയുടെ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതീക്ഷകളും വെച്ച് പുലർത്തുന്ന, ഇന്ത്യൻ ഗവൺമെന്റിന്റെ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ആണെങ്കിൽ പോലും ഒരു രാഷ്ട്രീയപരമായ നീക്കങ്ങളിൽ കൂടി എന്നെല്ലാം പറയുമ്പോൾ ഒരു രാജ്യത്തിന് അതിൻ്റെതായ ഒരു നിയമ സംവിധാനമുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്തില്ലെങ്കിൽ അവിടെ ബാഡ് പ്രസിഡന്റ് എന്ന് പറയും. അതായത് പിന്നീട് അവിടെയുള്ള നിയമത്തിന്റെ നടത്തിപ്പുകൾക്ക്, ക്രമങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ നിയമപരമായ ഒരു പരിഹാര വഴിയാണ് ഇതിൽ നേടേണ്ടത്. ആ തരത്തിൽ നോക്കുമ്പോൾ റിപ്പബ്ലിക് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും യമൻ, ഒമാൻ, ആ മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളിലെ ഒമാൻ ഒരു കിങ്ഡമായി വരുന്നു. യമൻ റിപ്പബ്ലിക് എന്ന് പറയുമ്പോഴും 7 വർഷത്തോളമുള്ള പ്രസിഡന്റ് കാലാവധി എന്നെല്ലാം പറയുമ്പോൾ അവിടെ ഈ റിബൽ ഗ്രൂപ്പുകളുടെ 2 or 3 പാരലൽ സർക്കാരുകൾ ഈ ഭൂപ്രദേശത്തെ ആകെ വിഭജിച്ച് ഭരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് യമനിന്റെ ഭൂപ്രകൃതിയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കാണുന്നത്. അപ്പോൾ അവിടുത്തെ ഗവൺമെന്റ് സംവിധാനങ്ങൾ ദുർബലമാണ്. അവിടുത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നതിന് ഒരു പക്ഷെ ജനങ്ങളുടെ മാൻഡേറ്റിനെ അല്ലെങ്കിൽ അവിടുത്തെ നിയമവാഴ്ചയെ, പരിരക്ഷയെ ഉറപ്പാക്കേണ്ടതുണ്ട്. വലിയ വിമർശനങ്ങൾക്കൊന്നും അവർക്ക് നേരിടാനുള്ള ഒരു ശക്തിയില്ല. അപ്പോൾ ഒരു ഇന്ത്യ ഗവൺമെന്റിന്റെ പോലുള്ള, ഇന്ത്യൻ ജനാധിപത്യത്തെ പോലുള്ള ഒരു ഫോൺ കോൾ വിളിയിൽ കൂടിയോ മറ്റോ അതിനെ സ്വാധീനിക്കാം എന്ന് പറയുന്നത് ഒരു ഒരു ശാശ്വത പരിഹാരമല്ല. ഇവിടെ സാധ്യമായത് എനിക്ക് തോന്നുന്നു, ഗോത്ര തലവന്മാരെ കണ്ട് ആക്ഷൻ കൗൺസിലിന്റെ ഭാഗത്ത് വലിയ പണം സ്വരൂപിച്ചിരുന്നു. ആ പണമെല്ലാം കൊണ്ടുപോയി കൊടുത്ത് ഒരു ബ്ലഡ് മണി എന്ന രീതിയിൽ ആ കുടുംബത്തെ കൺവിൻസ് ചെയ്യിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നു. അതിന് ചുക്കാൻ പിടിക്കുന്ന നേതൃത്വം ഉണ്ട് എന്ന് ഞാൻ കരുതി പോരുന്നു. പക്ഷേ ഈ ഗോത്ര മേഖലയിൽ ആ ഗോത്ര തലവന്മാരെ ഈ കൗൺസിലൊക്കെ ചെന്ന് കാണുകയൊക്കെ ചെയ്തു. പക്ഷെ ഇവരാരും തന്നെ സഹകരിക്കുന്നില്ല. അവർ ഈ ബ്ലഡ് മണി ഒന്നും അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു വിഷയം ഉണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിച്ച കൗൺസിൽ അംഗം ഇത് തന്നെയാണ് പറയുന്നത്. അവർക്ക് ഇതൊരിക്കലും അവർ അംഗീകരിക്കുന്നില്ല, അവർ ക്ഷമ നൽകുന്നില്ല മുതലായ കാര്യം പറയുന്നുണ്ട്. തുടരാം. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ഒരു 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 ഡിപ്ലോമാറ്റിക് സംഘം ഈ ഇന്ത്യൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ ഈ ബ്ലഡ് മണി അവരിലേക്കൊണ്ട്, അവരുടെ കയ്യിൽ പിടിപ്പിച്ചുകൊണ്ട്, അവരിൽ നിന്ന് ലോകത്തിന്റെ ഒരു തത്വങ്ങൾക്കനുസരിച്ച് ഒരാളുടെ കണ്ണിന് പകരം കണ്ണാകില്ല, പല്ലിന് പകരം പല്ലാകില്ല എന്ന തത്വം ആ കുടുംബത്തെ അല്ലെങ്കിൽ ആ ഗോത്രങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആ ബ്ലഡ് മണി കൈമാറാനും, അപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇപ്പോ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ മറ്റൊരു സുഹൃത്തിന്റെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടല്ല, ഈ കാശ് കൊടുത്തു കഴിഞ്ഞാൽ, പണം പിരിച്ച് വലിയൊരു തുക സ്വരൂപിച്ചു കഴിഞ്ഞാൽ ആളെ വിട്ടു കിട്ടും എന്നത് ഒരു മൂഢസ്വർഗമാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിയാൽ പോലും അവർക്ക് ജീവപര്യന്തത്തിന് തത്തുല്യമായ ഒരു വലിയ കാലയളവ് യമനിലെ ജയിലിൽ കഴിയേണ്ടി വരുമെന്നതാണ് യാഥാർത്ഥ്യം. അപ്പോ ഈ കമ്മ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ റെമിറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള രീതിയിൽ വധശിക്ഷ ഒഴിവാക്കിക്കൊണ്ട് ജീവപര്യന്തം തടവാക്കുക, അതിലേക്ക് വേണ്ട ഒരു ബ്ലഡ് മണി ആ കുടുംബത്തിന്റെ കൈകളിൽ എത്തിയെന്ന് ഉറപ്പിക്കുക. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് പോയിട്ടുള്ള സംഘങ്ങളുടെ ആ ഒരു ഇതിനെ ആ ഡിപ്ലോമാറ്റിക്കുകളുടെ വൈദഗ്ധ്യം അനുസരിച്ചിരിക്കും ഇത്തരം കാര്യങ്ങളിൽ. നമുക്കറിയാം മറ്റു പല കാര്യങ്ങളിലും കേന്ദ്ര സർക്കാർ ഇടപെടുന്നതാണ്. അതുപോലെ ഒരു ഔദ്യോഗിക തലവൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇല്ലാതെയാണ് ഇപ്പോൾ ഇവർ ഈ കാശ് പിരിച്ചെടുത്തത്. അവരെ ഗോത്രങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പോകുന്നതെല്ലാം ഒരു പ്രൈവറ്റ് സംഘങ്ങളുടെ രീതിയിലാണ് എനിക്ക് തോന്നുന്നു. മാതാപിതാക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ, ആക്ഷൻ കൗൺസിൽ, അതിലേക്ക് ഒരു ഡിപ്ലോമാറ്റിക് സപ്പോർട്ട്, നയതന്ത്ര വൈദഗ്ധ്യമുള്ള അത്തരം വിഷയങ്ങളിൽ
ചാതുര്യമുള്ള ഒരു വ്യക്തിയെ കേന്ദ്ര സർക്കാരിൽ നിന്ന് അതിനെ നിയോഗിച്ചുകൊണ്ട് ഈ ഉദ്യമം കേന്ദ്ര സർക്കാരിന്റെ ചിറകിലേറിക്കൊണ്ട് നടപ്പാക്കുകയാണെങ്കിൽ വധശിക്ഷ ഒഴിവാക്കി നമുക്ക് നിമിഷപ്രിയയ്ക്ക് ജീവപര്യന്തം തടവ് എന്നതിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോഴും തടവ് അവശേഷിക്കും. അതെ, അപ്പോഴും തടവ് അവശേഷിക്കുകയാണ്. വധശിക്ഷ മാത്രം മാറ്റി നിർത്താമെന്നേ സാധിക്കുകയുള്ളൂ. ഈ കുറ്റം ഏതായാലും കുറ്റം ചെയ്തില്ല എന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കില്ല. ആ കാര്യം തന്നെയാണ് നിലനിൽക്കുന്നത് എന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിമിഷപ്രിയ ശിക്ഷ അനുഭവിക്കണം ആ രാജ്യത്തിന്റെ. എന്നാൽ വധശിക്ഷ എന്ന് പറയുന്ന ഒരു ബ്രൂട്ടലായിട്ടുള്ള നീചമായിട്ടുള്ള ലോകം മുഴുവൻ മാറ്റുന്ന ഒരു വധശിക്ഷ ഒഴിവാക്കി കിട്ടണമെന്നേ അഭ്യർത്ഥിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഒരു രാജ്യത്തിന്റെ ഒരു പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങൾ ഇടപെടുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാവും, നമ്മുടെ രാജ്യത്ത് ഈ ശിക്ഷ ഉള്ളതാണോ അല്ലയോ എന്ന്. അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യ മഹാരാജ്യത്ത് വധശിക്ഷ തുടരുന്ന ഒരു രാജ്യമാണ്. അപ്പൊ ഒരു ഹൈലി സിവിലൈസ്ഡ് രീതിയിൽ UN-ന്റെ രീതിയിലൊക്കെ വധശിക്ഷ ഒഴിവാക്കിയ ഒരു രാജ്യം എന്ന രീതിയിൽ അട്ടൽ ഉയർത്തി ഈ വിഷയത്തിൽ സംസാരിക്കുന്നതിനും നമുക്ക് വലിയ പരിമിതികളുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.